നമുക്കിന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിൻവീൽ സമൂസ റെഡിയാക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെയാണിത് കാണാനും. അതേപോലെ തന്നെ ഇതിലേക്ക് ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാൻ പറ്റും. ഒട്ടും വേഗം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ ഉപ്പും ഓയിലും കൂടെ ചേർത്തത് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ പൂരിക്ക് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാളേനെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ അതിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണിത്. ഇതിപ്പോൾ ഒരു 2 ഉരുളക്കിഴങ്ങുണ്ട്. അതിനെ വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താണ്. അതും കൂടി നമ്മൾ ഈ റെഡിയാക്കിയ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഉരുളക്കിഴങ്ങും നമ്മൾ ഈ ഉള്ളി വഴറ്റിയതും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടായിരിക്കും ഇത്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിനെ നല്ലൊരു മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം ഇത്. ഒരുപാട് തിക്കാവാൻ പാടില്ല. അതായത് ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് ഡോ ആണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതിനെ പരത്തി എടുക്കേണ്ടത് ഒരു ചതുരത്തിലാണ് നമുക്കിതിനെ പരത്തിയെടുക്കേണ്ടത്. കാരണം നമുക്കിതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് ഇതിനെ റോൾ ചെയ്തെടുക്കാണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ചതുരത്തിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ പരത്തരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിതിനെ പരത്തിയിട്ട് എടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനെ നല്ല വലുതാക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാലക്കൂട്ടില്ലേ, ആ പൊട്ടാറ്റോ ഒക്കെ വേവിച്ചതില്ലേ, ആ മസാലക്കൂട്ടിനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലക്കൂട്ടിന് ഏകദേശം നമ്മുടെ ഒരു ആലു പറാത്തല്ലേ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കുന്ന ഒരു ഫില്ലിങ്ങില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ആലു പറാത്ത നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം കേട്ടോ. അത് മുകളിൽ ലിങ്ക് വരുന്നുണ്ട്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലേനെ ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയുള്ള തിക്നെസ്സിൽ പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗിവ് എവേയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ചാനലുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാട്ടോ. നമ്മുടെ ഈ ചാനലിൽ ഏത് തരം വീഡിയോസ് കാണാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അതായത് നമ്മളിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വ്ളോഗുകൾ കാണാനാണോ, അതോ ചെറിയ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന പോലെയുള്ള ഷോർട്ടായിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം എന്തായാലും അത് നേരെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്ക് നല്ല കറക്റ്റായിട്ടൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് 4 സൈഡിൽ നിന്നും ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതുക്കെ റോൾ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ റോൾ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. പതുക്കെ പതുക്കെ ചെയ്താൽ മതി. നമ്മളിത് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കിത് ആ ഒരു നീറ്റ്നെസ്സിൽ കിട്ടൂല. അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ഇതുപോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് പിൻവീൽ സമൂസ എന്ന് വരാനും കാരണം കേട്ടോ. ഇപ്പോൾ ഞാനിതിനെ നന്നായിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു മൈദ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റേതിപ്പോൾ നന്നായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഇപ്പോൾ ഈ സൈഡൊന്നും ഇത്ര ഒട്ടി നിൽക്കുന്നില്ലെങ്കിൽ, മൈദപ്പൊടി കുറച്ച് ഡ്രൈ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു മിക്സ് ഉണ്ടാക്കിയില്ലേ, അത് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഒരുപാട് കട്ടിയുള്ള പീസസ് ആക്കിയിട്ട് നമ്മൾ മുറിക്കരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അതേപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. കട്ട് ചെയ്ത് തുടങ്ങുന്നത് സെൻറ്ററിൽ നിന്ന് തുടങ്ങാം. കാരണം നമുക്ക് നല്ല പീസസ് സെൻറ്ററിൽ നിന്ന് കിട്ടും. അപ്പോൾ നല്ല കട്ടിയുള്ള ഭാഗം അവിടെ ആയതുകൊണ്ട് ആദ്യം നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങിയാൽ മതി. ഇങ്ങനെ നമുക്കിതിനെ കംപ്ലീറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ എല്ലാത്തിനും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കട്ട് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവുക. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കയ്യിലിട്ട് പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്തൊക്കെ എടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോയ ചാൻസ് ഉണ്ട്. കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടില്ല. അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ശരിയാക്കിയാൽ മതി. ഇനി ഇതിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്ററാണല്ലോ, ലൂസായിട്ടുള്ള ബാറ്റർ. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്ക് ഈ ഓരോന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കിയ ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു കോട്ടിങ് മതി കേട്ടോ, അതിന് ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കൈകൊണ്ട് ഇട്ടാൽ മതി. എനിക്കിത് കൈകൊണ്ട് ഇടാൻ കുറച്ച് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ ഉണ്ടാകും. കാരണം ആ ഒരു ബാറ്ററില്ലേ അത് കുറച്ച് ലൂസല്ല, അതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇടാത്തത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിലുള്ള ആ മൈദയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കുക്കാവുമെന്ന്. അതൊക്കെ നന്നായിട്ട് തന്നെ കുക്കാവും. അതേപോലെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പിൻവീൽ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. നമ്മുടെ ഗിവ് എവേയുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആൻസർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ നാളെ കാണാം.